പ്രചാരണ രംഗത്തേക്ക് വരുമ്പോൾ മധ്യ കേരളത്തിന്റെ നിലവിലത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. പലപ്പോഴും മധ്യ കേരളത്തിൽ ഈ പല ആളുകളെയും രംഗത്തിറക്കി പ്രചാരണം പിടിക്കുക അല്ലെങ്കിൽ കളം പിടിക്കുവാനുള്ള ശ്രമമാണ് UDFിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നത്. പക്ഷെ അതൊക്കെ പാളിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്നത്തെ ദിവസം മാറ്റി നിർത്തുവാണെങ്കിൽ കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ആകെ ഒരാഴ്ച കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരാഴ്ച കൂടി ബാക്കി നിൽക്കുമ്പോൾ ഇടതുപക്ഷം നേടിയിരിക്കുന്ന മേൽക്കൈ അതിൻ്റെ 7 അയലത്ത് പോലും എത്തുവാൻ സാധിക്കാത്ത UDFിനെയും 2020യുടെ കൂട്ടുണ്ടെങ്കിലും പതറി നിൽക്കുന്ന BJPയും ഒക്കെയാണ് മധ്യ കേരളത്തിലും കാണുവാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കിടക്കുന്ന അവസാന ആഴ്ചയാണ്. ഇന്നിനിപ്പോൾ ഇനി 9-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതിനിടയിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്ന 7-ാം തീയതി, അതായത് പരസ്യപ്രചാരണം അവസാനിക്കുന്ന 7-ാം തീയതി വരെ ഇന്നുള്ളത് ഇനി ആകെ ഒരാഴ്ചയാണ്. ഈ ഒരാഴ്ച ഏറ്റവും നിർണായകമായ സമയം, പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മധ്യ കേരളത്തെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ ഇപ്പോൾ പ്രചാരണവുമായി ബന്ധപ്പെട്ട ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇടതുമുന്നണിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിനെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൃന്ദാക്കാരായിട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയിരുന്നു. ആലുവ, കുന്നത്തുനാട്, തൃക്കാക്കര മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ സുഭാഷിണി അലി, വിജു കൃഷ്ണൻ എന്നീ ദേശീയ നേതാക്കളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് കൊച്ചിയിലുണ്ട്. ഇതുകൂടാതെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, അദ്ദേഹം ഇന്ന് പറവൂരിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വൈകിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ സംസ്ഥാന നേതാക്കളൊക്കെ മാറി മാറി ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഓരോ മണ്ഡലങ്ങളിൽ എത്തുന്നുണ്ട്. ഏറെ വികസനം നടന്ന മണ്ഡലങ്ങളാണ് കൊച്ചിയിലേത്, പ്രത്യേകിച്ച് മന്ത്രി P രാജീവിൻ്റെ മണ്ഡലം. ഇതുകൂടാതെ തന്നെ ഒരുപക്ഷെ എറണാകുളത്തെ 14 മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യക്ഷമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഏറ്റവും കുറവായി നടന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണെന്ന് തന്നെ പറയാം. കാരണം പ്രത്യക്ഷത്തിൽ തന്നെ അവിടെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. വളരെ ശോചനീയ അവസ്ഥയാണ് അവിടെയുള്ള പല സ്ഥാപനങ്ങൾക്കും. ബസ് സ്റ്റാൻഡിലെ പൊതു ടോയ്ലറ്റ് സംവിധാനം, ഒരു കോളേജ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കഴിഞ്ഞ കാലം വരെയും നേരിട്ടിരുന്നൊരു വലിയ പ്രതിസന്ധി. അതൊരു വലിയ പ്രശ്നമായി തന്നെ ജനങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഒരു മാസം മുൻപാണ് അവിടെ ഒരു കോളേജ് യാഥാർത്ഥ്യമാവുന്നത്. അതും അതിൻ്റെ ബാക്കി നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കാനുണ്ട്. എന്നാൽ സംസ്ഥാനത്താകെ വികസനം കാര്യമായി നടക്കുമ്പോൾ തന്നെ അതിന് ആനുപാതികമായുള്ളൊരു വികസനം, ആ നേട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, റോഡ് വികസനമാകട്ടെ മറ്റ് വികസനങ്ങളാകട്ടെ, അതൊന്നും നേടിയെടുക്കാനായി പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷേ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വികസന നേട്ടങ്ങൾ കൂടി കാണിച്ചുകൊണ്ട്, അതായത് സംസ്ഥാനത്താകെ നടന്ന വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറവൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി E.T. ടൈസൺ മാസ്റ്റർ വോട്ട് നേടുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി ഒരു പക്ഷേ ഈ വിജയം കഴിഞ്ഞ തവണത്തെ പോലെ അനായാസമാകില്ല എന്നൊരു തിരിച്ചറിവ് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് പറവൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെ തൻ്റെ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളിടത്തെല്ലാം പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട ആളാണ്, എന്നിട്ടും അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട് എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യക്കുറവ് നമുക്കതിനകത്ത് കാണാൻ കഴിയും. എന്ത് തന്നെയാണെങ്കിലും ഈ പ്രചാരണത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോയിരിക്കുന്നത് അത് UDFിനെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ഓടിയെത്താൻ കഴിയുന്നില്ല എന്നൊരു സംശയം ഉണ്ട്. എങ്കിൽ തന്നെയും പരമാവധി നേതാക്കളിലേക്ക് എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള ശ്രമം UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്ന ആദ്യത്തെ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേറെ മുന്നേറി കഴിഞ്ഞു. അതേ നില തുടരാൻ രണ്ടാമത്തെ ആഴ്ചയും കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞതോടുകൂടി തന്നെ 2-3 ദിവസങ്ങൾ കൊണ്ട് ആ കൺവെൻഷനുകൾ നടന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി എത്തിയുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. 4 സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ കാര്യമായി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. ഈ കളമശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി P രാജീവ്, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ മണ്ഡലം വളരെയധികം ശ്രദ്ധിച്ച് മണ്ഡലത്തിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളെ യാതൊരു വ്യത്യാസവുമില്ലാതെ, ഒരുപക്ഷെ ജാതി മത രാഷ്ട്രീയ വേർതിരിവൊന്നുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി വികസനം സാധ്യമാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു വ്യവസായ നഗരമായ കൊച്ചിയിൽ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ, വ്യവസായ എസ്റ്റേറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ സൂചിപ്പിച്ച കളമശ്ശേരി മണ്ഡലത്തിലേക്കാണ് ആ വ്യവസായ നഗരമായ കൊച്ചിയിലെ വ്യവസായ എസ്റ്റേറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്, മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്, ന്യൂവാൽസൊക്കെ സ്ഥിതി ചെയ്യുന്നത് എല്ലാം ഈ കളമശ്ശേരി മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയെ സംബന്ധിച്ച് കളമശ്ശേരിയിലുണ്ടായ വികസനം വളരെ പ്രത്യക്ഷമാണ്.
ഒപ്പം മറ്റ് മണ്ഡലങ്ങളിലും കാര്യമായി തന്നെ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലായിടത്തെയും റോഡുകളും മറ്റ് പാലങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. കൊച്ചിയിലാണ് നേരത്തെ ഈ ഒരു രണ്ട് ഫ്ലാറ്റ് സമുച്ചയം വീടില്ലാത്തവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത്. അത് കൊച്ചി കോർപ്പറേഷൻ്റെ അന്നത്തെ LDF ഭരണസമിതിയാണ്. അങ്ങനെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് പൊതുവെ സാധിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സി സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം സർക്കാരും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന് അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ്. കൊച്ചി ഫോർട്ട് കൊച്ചിയിലുള്ള റോഡുകളെല്ലാം വളരെ മികച്ച രീതിയിൽ അത് BMBC നിലവാരത്തിലൊക്കെ ടാർ ചെയ്യാൻ, അങ്ങനെ പുതിയ പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി റോഡുകൾ അത് വികസിപ്പിക്കാൻ, അതിനെല്ലാം ആ റോഡും ഒപ്പം തന്നെ റോഡിൻ്റെ വശങ്ങളിലുള്ള മറ്റ് ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെടുത്താൻ, അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുൻനിർത്തി തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് തേടുന്നത്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ മൂവാറ്റുപുഴ മണ്ഡലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവാറ്റുപുഴ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെയും വികസനം ചർച്ചാ വിഷയമായി കഴിഞ്ഞു. വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് MLA മാത്യു കുഴൽനാടൻ വോട്ട് തേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. പക്ഷേ അദ്ദേഹം സംസ്ഥാന സർക്കാർ കിഫ്ബി ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. എന്നിട്ടും അദ്ദേഹം വികസനം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. വലിയ ആരോപണങ്ങളൊക്കെ വികസനം ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ UDF നേതാക്കൾ മറ്റ് പല വിഷയങ്ങളും മുന്നോട്ടെടുത്തിട്ട് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എങ്കിൽ തന്നെയും വികസനം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചാൽ, ഈ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് മുൻപ് ഉണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ MLA അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് വ്യക്തമാണ്.